ഇത്ര നിസാര കാര്യത്തിനാണോ താൻ ഇന്നലെ രാത്രി എന്നെ ഫോൺ ചെയ്ത് എന്നോട് അർജന്റായിട്ട് വരാൻ പറഞ്ഞത്? ശേഷാദ്രി, ഞാൻ പറയുന്ന കേൾക്ക്. നമ്മളൊക്കെ ജീവിതം എത്ര കണ്ടതാ. ഞാനിതൊക്കെ തന്നോടല്ലാതെ വേറെ ആരോടാ പറയാ? നാട്ടുകാരുടെ മുമ്പിൽ ഞാനിപ്പോ വിഡ്ഢിവേഷം കിട്ടിയ ഒരു കോമാളിയാ. ശരി, അത്ര സംശയമാണെങ്കിൽ അവനെ വീട്ടിൽ മാറ്റി താമസിപ്പിക്കുക, അല്ലെങ്കിൽ നാട്ടിലേക്ക് പറഞ്ഞുവിടാം. ശരി ശരി, നമുക്ക് വൈകുന്നേരം കാണാം. ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നാലേ എന്റെ തൊപ്പി തെറിക്കും. ആഭ്യന്തരമന്ത്രി അർജന്റായിട്ട് ഒരു കോൺഫറൻസ് വിളിച്ചു കൂട്ടിയിരിക്കുക. വരട്ടേടോ. രാമനാഥൻ, കാമുകി കാമുക സംഗമത്തിന് പറ്റിയ സമയം. വേലയുണ്ട്, ചെല്ല്. കാണാം, പലതും കാണാം. പറഞ്ഞു കേട്ടപ്പോ ഞാൻ ഇത്ര വിചാരിച്ചില്ല. എനിക്ക് മനസ്സിലായി. ഇനി അധികം വിശദീകരണം വേണ്ട. കുട്ടി, എന്താ ഇത്? എന്തായിരുന്നു നിങ്ങള്? എനിക്ക് ഇഷ്ടമാ രാമുവിനെ. അവനെ ആരും വലവിശാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾക്കറിയില്ല, സ്നേഹം കിട്ടാതെ വളർന്ന പെണ്ണാണ്. എനിക്കൊരു സാന്ത്വനമായിരുന്നു രാമു. വേണ്ട, എനിക്കിനി അവനെ വേണ്ട. നിങ്ങൾ തന്നെ എടുത്തു. എനിക്കറിയാം നിനക്ക് അതിനോടുള്ള സ്നേഹത്തിന്റെ ആഴം. സ്നേഹമുള്ളിടത്തെ തനിക്കെല്ലാം ഉണ്ടാവും കുട്ടി. അവൻ എന്റെ മകനാ. ഞാൻ അവന്റെ അമ്മയും. എന്റെ പ്രസവിക്കാത്ത മകൻ. കുട്ടി തനിയെ പോന്നപ്പോ മുതൽ ആകെ തകർന്നിരിക്കുക എന്റെ മോൻ. കുട്ടിക്കറിയോ പ്രേമത്തിന്റെ ത്രില്ല്? ശരിക്കും അറിഞ്ഞവനാ ഞാൻ. സീത എന്താ വിചാരിച്ചേ? ഈ മെഡിക്കൽ റെപ്പിന്റെ പണി എന്ന് പറഞ്ഞാ ചുമ്മാ കുട്ടിക്കളയെന്നാ? നല്ലൊരു ഉദ്യോഗസ്ഥൻ ഒന്ന് ചുമ്മാ അതിലുണ്ട് മാഷേ. സാധാരണ ഡോക്ടർമാര് മുതൽ സ്പെഷ്യലിസ്റ്റ് സർജന്മാർക്ക് വരെ മരുന്ന് പറഞ്ഞു കൊടുക്കുന്ന ആളാ ഈ റെപ്പ്. അതൊക്കെ പോട്ടെ, ഒരു സർപ്രൈസ് ഉണ്ട്. നാളെ ഒരു കേക്ക് മുറിക്കണം. എന്താ, ബർത്ത്ഡേയാ? സീതയുടെ ബർത്ത്ഡേ ഡിസംബർ 26 ഓ, അത് ഓർമ്മയുണ്ട്. പിന്നെ എന്താ സംഭവം എന്ന് പറ. പിറന്നാൾ തന്നെയാ. എന്റെ സീതന്റെ അല്ല, നമ്മുടെ ദിവ്യപ്രേമ ആരംഭിച്ചിട്ട് ഇന്ന് 4 വർഷം കഴിയുന്നു. നാളെ 5ാം പിറന്നാൾ. എന്നാ പിന്നെ നമുക്ക് അതൊന്ന് ആഘോഷിക്കണ്ടേ? വീട്ടിൽ നിന്ന് അമ്മയുടെ പെർമിഷൻ വാങ്ങി. ഇനിയിപ്പോ നമ്മുടെ കല്യാണ കാര്യത്തെ പറ്റി വീട്ടുകാർ തമ്മിൽ സംസാരിച്ചോളൂ. വലിയ ആർഭാടമൊന്നും ഇല്ലാതെ മതി കല്യാണം. അങ്ങനെ തീരെ കുറക്കുകയൊന്നും വേണ്ട. ഇപ്പൊ തന്നെ എന്റെ അമ്മ ആരംഭിച്ചു കാണും ഒരുക്കങ്ങളെ. എന്റെ വീട്ടിലെ സ്ഥിതി സീതനറിയാലോ. എന്റെ മണ്ടി പെണ്ണെ, കല്യാണ ചെലവിനെ പറ്റിയൊന്നും താൻ പേടിക്കണ്ട. ഒക്കെ ഈ സേതുരാമൻ ഏറ്റു. ഈ ലോകത്തിൽ എന്റെ അത്രയും ഭാഗ്യമുള്ള മറ്റൊരു പെണ്ണുണ്ടായെന്ന് തോന്നുന്നില്ല. സേതുവിനെ എനിക്ക് കിട്ടിയല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. എന്റെ സേതുവിനെ എനിക്ക് നഷ്ടപ്പെട്ടു. എങ്ങനെയെന്നറിയണ്ടേ?
ഒരു ആക്സിഡന്റ് ആയിരുന്നു. തിരിച്ചു വരാത്ത ലോകത്തേക്ക് എന്നെ തനിച്ചാക്കി എന്റെ ചെയ്തു പോയി. എല്ലാം നഷ്ടപ്പെട്ട് ആകെ തകർന്ന എനിക്ക് ഒരുപാട് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. കുടുംബം, പട്ടിണി, 3 അനുജത്തിമാർ. എനിക്ക് മറ്റു വഴിയില്ലായിരുന്നു മോളെ. സമ്മതിക്കേണ്ടി വന്നു. സഹോദരിമാർക്ക് ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഒരു 2ാം കെട്ടുകാരന്റെ ഭാര്യയാവാൻ ഞാൻ സമ്മതിച്ചു. പക്ഷേ സ്നേഹം കൊണ്ട് എന്നെ പൊതിയുന്ന അദ്ദേഹം ഇന്നെന്റെ ദൈവമാണ്. സ്റ്റെല്ല, നീ എന്റെ മോള, എന്റെ രാമുന്റെ പെണ്ണ്. ആന്റി മാപ്പ്. എനിക്ക് ശ്രീരാമിനോട് ഒരിഷ്ടക്കുറവും ഇല്ല. നിനക്കങ്ങനെ എന്നോട് പിണങ്ങാനും പറ്റില്ലല്ലോ. എന്റെ പ്രശ്നം ഇപ്പൊ അതൊന്നും അല്ല. എങ്ങനെയെങ്കിലും അവനെ അവിടെ നിന്ന് ഓടിക്കണം. ആരെ? നിന്റെ കസിൻ ബ്രദറിനെയോ? അവൻ അവിടെ ഉള്ളിടത്തോളം എന്റെ ആഗ്രഹം നടക്കില്ല. എന്തൊക്കെയാണെങ്കിലും ശ്രീനിയുടെ അമ്മയുടെ സ്ഥാനം അവർക്ക്. ഫു, അമ്മ എന്റെ അച്ഛന് വയസ്സാം കാലത്ത് പറ്റിയ ഒരു അബദ്ധം, അല്ലാണ്ടെന്താ? ആ ശരി, അതല്ല നിന്റെ പേഴ്സണൽ കാര്യം. ഇപ്പൊ ആ പയ്യനെ ഒഴിവാക്കി തന്നാൽ എനിക്ക് എത്ര കാശ് വേണേലും ഈ ശ്രീറാം തരും. ആ